നമസ്കാരം. SKSSFിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ നേരിട്ടിടപെട്ട് സാദിഖ് അലി തങ്ങൾ തീരുമാനങ്ങൾ അട്ടിമറിച്ചതായി സംഘടനയ്ക്കുള്ളിൽ ആരോപണം ശക്തമാകുന്നു. സംഘടനയിൽ മെമ്പർഷിപ്പ് പോലും എടുക്കാത്ത 53 വയസ്സുള്ള പാണക്കാട് കുടുംബാംഗത്തെ തന്നെ പ്രസിഡന്റാക്കി നിലനിർത്തണമെന്ന് തെരഞ്ഞെടുപ്പ് സമിതി ചെയർമാൻ കൂടിയായ സാദിഖ് അലി തങ്ങൾ വാശി പിടിച്ചുവെന്നാണ് സംഘടനയ്ക്കുള്ളിൽ നിന്നുള്ള പരാതി. SKSSFിന്റെ മുൻ പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ അടങ്ങുന്നതാണ് തെരഞ്ഞെടുപ്പ് സമിതി. 14 വർഷം SKSSFിന്റെ പ്രസിഡന്റായിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇങ്ങനെയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് സമിതി തലവനാകുന്നത്. എന്നാൽ പ്രായപരിധി കടന്നതിനാൽ അദ്ദേഹത്തെ മാറ്റണമെന്ന് ജില്ലാ പ്രതിനിധികളും കൗൺസിലർമാരും തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുമ്പിൽ മൊഴി നൽകിയിട്ടും അംഗങ്ങളുടെ അഭിപ്രായത്തിന് വില കൊടുത്തില്ലെന്നാണ് ആരോപണം. സാദിഖ് അലി തങ്ങളുടെ ജ്യേഷ്ഠനായ ഉമർ അലി ശിഹാബ് തങ്ങളുടെ പുത്രനാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ലീഗ് സെക്രട്ടറി PMA സലാം പാണക്കാട് തങ്ങൾമാർ നേതൃത്വത്തിൽ ഇല്ലാത്ത ഒരു സുന്നി സംഘടനയും ഉണ്ടാകില്ലെന്ന് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. സമസ്തയും കീഴ്ഘടകങ്ങളെയും വരുതിയിലാക്കാനുള്ള മുസ്ലിം ലീഗിന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. പാണക്കാട് കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ഹാഷിർ അലി ശിഹാബ് തങ്ങളെ പ്രസിഡന്റാക്കാൻ ആയിരുന്നു കൂടുതൽ ജില്ലാ കമ്മിറ്റികളും ആവശ്യപ്പെട്ടത്. എന്നാൽ ഹാഷിർ അലി ശിഹാബ് തങ്ങൾ സാദിഖ് അലി തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്ന ആളല്ലെന്നാണ് വിലയിരുത്തൽ. സമസ്തയെ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ട് മഹലുകൾ കേന്ദ്രീകരിച്ച് പാണക്കാട് ഖാസി ഫൗണ്ടേഷൻ ലീഗ് രൂപം നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് മുസ്ലിം ലീഗുമായുള്ള ബന്ധം വഷളായത്. വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൊന്നാനി, മലപ്പുറം മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കേണ്ടതില്ലെന്ന അഭിപ്രായവും സംഘടനയിലെ ചില നേതാക്കൾക്കുണ്ടെന്നാണ് സൂചന.